സാഹചര്യം എങ്ങനെയുള്ളതാണെങ്കിലും ശരിയായി ചിന്തിക്കുക എന്നതാണ് ഇന്നത്തെ ടോപ്പിക്. ഇതൊരു വളരെ നല്ല ടോപ്പിക്കാണ്. തിങ്ക് റൈറ്റ് നോ മാറ്റർ വാട്ട്. ഇതിൽ സാഹചര്യങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും വേറെ വേറെയാണ്. ഓരോരുത്തരുടെ ജീവിതത്തിലേക്ക് വരുന്ന പരിതസ്ഥിതികളും സാഹചര്യങ്ങളും വളരെ വ്യത്യസ്തമാണ്. സാഹചര്യം എങ്ങനെയാണെങ്കിലും ശരിയായി ചിന്തിക്കുക എന്നതാണ് ഇക്വേഷൻ അങ്ങനെ ആയതുകൊണ്ടാണ് സാഹചര്യം എന്താണെങ്കിലും എന്ന് പ്രത്യേകം എടുത്തു പറയുന്നത്. ഞാൻ ശരിയായി ചിന്തിക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്, പക്ഷേ സാഹചര്യം അനുകൂലമായിരുന്നില്ല എന്ന് പറയാനുള്ള പെർമിഷൻ പോലും നമുക്കില്ല. പക്ഷേ എന്ന് പറയാനുള്ള ഒരു മാർജിൻ നമുക്ക് തരുന്നില്ല. അതിനാണ് സാഹചര്യം എന്ത് തന്നെയാണെങ്കിലും എന്ന് നേരത്തെ തന്നെ പറയുന്നത്. അഥവാ ജീവിതത്തിൽ ഏത് സാഹചര്യമാണെങ്കിലും അത് ശരിയായി ചിന്തിക്കുന്നതിന് പ്രശ്നമാകുന്നില്ല എന്നർത്ഥം. സാഹചര്യം എന്താണെങ്കിലും നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? നമ്മുടെ ഉത്തരവാദിത്വം ശരിയായ രീതിയിൽ ചിന്തിക്കുക എന്നത് മാത്രമാണ്. തിങ്ക് റൈറ്റ്. ഇന്ന് ഞായറാഴ്ചയാണ്. കഴിഞ്ഞ ഒരാഴ്ച, ഇക്കഴിഞ്ഞ 7 ദിവസത്തെ നമുക്കൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കാം. കഴിഞ്ഞ ഒരാഴ്ചയിൽ താങ്കളുടെ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന വലുതോ ചെറുതോ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? മനസ്സ് കുറച്ചെങ്കിലും ഡിസ്റ്റർബ്ഡ് ആയ ഒരു സാഹചര്യം വന്നിരുന്നോ? ആരുടെയൊക്കെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം വന്നത്? ഏത് സാഹചര്യമാണ് വന്നത് എന്ന് തീരുമാനിക്കാൻ തന്നെ നമുക്ക് കുറച്ച് സമയമെടുക്കും. കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ സാധാരണയായി എപ്പോഴും അസ്വസ്ഥമായി ഇരിക്കാറുണ്ട്. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യം കുറച്ചധികമായി ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അത് നോർമലാണ്. ഇങ്ങനെ നമുക്ക് തോന്നാൻ തുടങ്ങും. നമ്മുടെ മനസ്സ് വളരെ സ്റ്റേബിൾ ആയിരുന്ന ഒരു സമയം ഏതായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ ഒരു സമയം കണ്ടുപിടിക്കാൻ തന്നെ ബുദ്ധിമുട്ടാകും. അവസാനമായി അങ്ങനെ ഒരു സ്റ്റേറ്റ് അനുഭവിച്ച സമയം ഏതാണ് എന്ന് നമുക്ക് ഓർമ്മ പോലും ഉണ്ടാവില്ല. അതിനാൽ നമുക്ക് കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം മാത്രം നോക്കാം. കഴിഞ്ഞ ഒരാഴ്ച നടന്ന കാര്യങ്ങളെ സാവകാശം ഒന്ന് ഓർത്തെടുക്കുക. എൻ്റെ മനസ്സ് കുറച്ച് അസ്വസ്ഥമായ ആ കാര്യം എന്തായിരുന്നു? അസ്വസ്ഥമാവുക എന്നാൽ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയ ഒരു സമയം. ഞാൻ കുറച്ച് ആശങ്കപ്പെട്ടു, കുറച്ച് ദേഷ്യം വന്നു, എനിക്ക് കുറച്ച് വിഷമമായി. അങ്ങനെ ഒരു സമയം കഴിഞ്ഞ ആഴ്ചയിൽ എപ്പോഴാണ് ഉണ്ടായത് എന്ന് മനസ്സിനെ റിവൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുക. ആ സീനിനെ ഒരു തവണ കൂടി കൺമുന്നിലേക്ക് കൊണ്ടുവരിക. ആ സാഹചര്യം എന്തായിരുന്നു? മറ്റുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? എൻ്റെ മനസ്സ് ആ സമയത്ത് എന്നോട് എന്താണ് പറഞ്ഞത്? അപ്പോൾ എൻ്റെ ചിന്തകൾ എങ്ങനെയുള്ളവയായിരുന്നു? എൻ്റെ വാക്കുകൾ എങ്ങനെയുള്ളതായിരുന്നു? എൻ്റെ പെരുമാറ്റം എങ്ങനെയായിരുന്നു? ഇനി ആ സീനിൽ ആവശ്യമായിരുന്ന ശരിയായ ചിന്ത എന്തായിരുന്നു എന്നൊന്ന് ചെക്ക് ചെയ്യുക. വാട്ട് വാസ് ദി റൈറ്റ് തോട്ട് ഫോർ ദാറ്റ് സിറ്റുവേഷൻ? ആ ശരിയായ ചിന്തയെ നമുക്ക് ഇപ്പോൾ സൃഷ്ടിക്കാം. നമ്മൾ നമ്മുടെ മനസ്സിനെ പഠിപ്പിക്കുകയാണ്. ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പരിതസ്ഥിതി മുന്നിൽ വരുമ്പോൾ ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചിന്തിക്കേണ്ടത് എന്ന് മനസ്സിന് പഠിപ്പിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ ജീവിച്ചു വരുന്ന ഒരു രീതിയിൽ നമ്മൾ ശരിയായ ചിന്തകളെ തിരഞ്ഞെടുക്കാറില്ല. സാഹചര്യം അനുസരിച്ച് നമ്മൾ റിയാക്ട് ചെയ്യുക മാത്രമാണ് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏത് പരിതസ്ഥിതിയാണോ വരുന്നത് അതനുസരിച്ചാണ് നമ്മുടെ റിയാക്ഷനും. കാര്യങ്ങൾ എങ്ങനെയാണോ മുന്നിൽ വരുന്നത് അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കുകയും ചെയ്യുന്നു. സാഹചര്യം നല്ലതാണെങ്കിൽ നമ്മുടെ ചിന്തകളും നല്ലതായിരിക്കും. സാഹചര്യം മോശമാണെങ്കിൽ നമ്മുടെ ചിന്തകളും മോശമാകും. അപ്പോൾ നമ്മുടെ ചിന്തകൾ ഏതിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? ഇതെൻ്റെ സിറ്റുവേഷനാണ്, ഇതെൻ്റെ ചിന്തയാണ്. പരിതസ്ഥിതി നല്ലതാണെങ്കിൽ എൻ്റെ ചിന്തകൾ നല്ലതാണ്. ഇവർ എന്നോട് വളരെ സ്നേഹത്തോടെ സംസാരിച്ചു, അതോടെ എനിക്ക് വളരെ സന്തോഷമായി. ഈസി. അനുകൂലമായ സാഹചര്യങ്ങളാവുമ്പോൾ നമ്മൾ അതനുസരിച്ച് നല്ല ചിന്തകൾ സൃഷ്ടിക്കുന്നു.
അവരെനിക്ക് ആദരവ് നൽകി. ഞാൻ തിരിച്ച് അവരെയും ആദരവോടെ കാണുന്നു. വളരെ ഈസിയായ കാര്യമാണിത്. നല്ല സിറ്റുവേഷൻ, നല്ല ചിന്തകൾ. അവരെന്നെ അപമാനിച്ചു, ഇൻസൾട്ട് ചെയ്തു. ഇപ്പോൾ സാഹചര്യം അത്രയ്ക്ക് നല്ലതല്ല. അവർ ദിവസവും അപമാനിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ സാഹചര്യം തീരെ നല്ലതല്ല. ഇപ്പോഴും വളരെ നന്നായി തന്നെ ചിന്തിക്കാൻ സാധിക്കുമോ? ഇത് പോസിബിളാണോ? പോസിബിളാണ്. പക്ഷേ അത് അത്രയ്ക്ക് ബുദ്ധിമുട്ടുമാണ്. എളുപ്പമാണോ ബുദ്ധിമുട്ടാണോ എന്നുള്ളത് അടുത്ത പടിയാണ്. ആദ്യം ഇത് പോസിബിൾ ആണോ എന്നാണ് നോക്കേണ്ടത്. ഇത് സാധ്യമായ കാര്യമാണ് എന്ന് ആർക്കെല്ലാമാണ് തോന്നുന്നത്? ഇത് നിങ്ങളെ അപമാനിച്ച ആളാണ്. ഇവരുടെ ചിന്തകൾ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അവരുടെ ചിന്തകൾ അവരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. മനസ്സിൻ്റെ സ്ക്രീനിലേക്ക് ഏതെങ്കിലും ഒരാളെ കാണുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഈ കൈയിലേക്ക് കൊണ്ടെത്തിക്കുക. നിങ്ങളുടെ ഇടത്തെ കൈ നീട്ടുക. അതിൽ അവരെ ഇരുത്തും. അത് നമ്മുടെ ഫാമിലി മെമ്പർ ആവാം, നമ്മുടെ അയൽക്കാരനാവാം, നമ്മുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളുമാവാം. ഇവരൊക്കെ ദിവസവും പലതരത്തിൽ നമ്മളോട് പെരുമാറാറുണ്ട്. ഇവരുടെയൊക്കെ ചിന്തകൾ ആരാണ് ക്രിയേറ്റ് ചെയ്യാറുള്ളത്? അവരുടെ ചിന്തകളെ അവർ തന്നെയാണ് സൃഷ്ടിക്കാറുള്ളത്. അപമാനിക്കുകയും മോശമായി പെരുമാറുകയും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ ചിന്തകൾ ആരാണ് സൃഷ്ടിക്കാറുള്ളത്? അവരുടെ ചിന്തകളെ അവർ സ്വയം ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യാറുള്ളത്, അല്ലേ? അബദ്ധവശാൽ അവരും ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മുടെ തൊട്ടടുത്തുള്ള കസേരയിൽ തന്നെ ഇരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഇരുവരും സ്വന്തം കൈയും നീട്ടിപ്പിടിച്ച് ഇരിക്കുകയായിരിക്കും. നിങ്ങളുടെ കയ്യിൽ അവരും, അവരുടെ കയ്യിൽ നിങ്ങളുമായിരിക്കും. അവർ പറയും, ഇവർ ആ വിധത്തിലുള്ള കാര്യങ്ങളാണ് ചെയ്തത്, അതുകൊണ്ടാണ് ഞാൻ ഇവരെക്കുറിച്ച് അങ്ങനെ പറഞ്ഞത്. നമ്മൾ അവരെ നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയ്ക്ക് കാരണമാക്കുന്നു. അവർ നമ്മളെ അവരുടെ മനസ്സിൻ്റെ അവസ്ഥയ്ക്കും കാരണക്കാരാക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ഇതെല്ലാം ഒരു കാഴ്ചക്കാരനെ പോലെ നോക്കിക്കാണുകയാണെങ്കിൽ, അവർ ചിന്തിച്ചത് അവരുടെ സൃഷ്ടിയാണ്, അവർ പറഞ്ഞത് അവരുടെ ഭാഷയാണ്, അവരുടെ പെരുമാറ്റം അവരുടേത് മാത്രമാണ്. ലെഫ്റ്റ് ഹാൻഡിലുള്ളത് മുഴുവൻ അവരുടേതാണ്. ഇങ്ങനെയാണ് നിങ്ങൾ പറയുക. നമ്മൾ ഇവിടെ ഈ റൈറ്റ് ഹാൻഡിൽ ഇരിക്കുന്നുണ്ട്. ഇടത് കൈയിൽ അവരും വലതു കൈയിൽ നമ്മളുമാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഒന്നിച്ചു പറയാം. അവരുടെ ചിന്തകൾ ആരുടേതാണ്? അവരുടേത്. ഉറപ്പല്ലേ? ഇതിൽ നമ്മുടെ ഒരു തെറ്റുമില്ലല്ലോ. ഉറപ്പല്ലേ? അവരുടെ ചിന്തകളും അവരുടെ പെരുമാറ്റവും ഒക്കെ അവരുടേത് മാത്രമാണ്. ഇത് ഉറപ്പായ കാര്യമാണ്. ഇനി നമ്മുടെ ചിന്തകൾ ആരുടേതാണ്? നമ്മുടെ ചിന്തകൾ നമ്മുടെ മാത്രം ചോയ്സിലുള്ളവയാണ്. ഇതും ഉറപ്പാണല്ലോ, അല്ലേ? ഒരേ ഒരു ഇക്വേഷൻ കൊണ്ട് മാത്രം മുഴുവൻ ജീവിതത്തിൻ്റെയും ക്വാളിറ്റി തന്നെ മാറും. എത്ര കാലം ജീവിച്ചിരിക്കുന്നുവോ അത്രയും കാലം അവരങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു, സാഹചര്യം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി, അത്രയ്ക്ക് വലിയ കാര്യമായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നി എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രയും കാലം ഈ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡിനെ ആശ്രയിച്ച് തന്നെ ഇരിക്കും. അഥവാ ജീവിതകാലം മുഴുവൻ നമ്മൾ സാഹചര്യങ്ങളെ ആശ്രയിച്ച് ജീവിച്ചുകൊണ്ടിരിക്കും. സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് അനുകൂലമായി വരില്ല. അവരുടെ പെരുമാറ്റവും നമുക്ക് അനുകൂലമാകില്ല. കാരണം അവരുടെ പെരുമാറ്റങ്ങളെ അവരാണ് ചൂസ് ചെയ്യുന്നത്. സ്വന്തം പെരുമാറ്റങ്ങൾ അവർ സ്വയം തിരഞ്ഞെടുക്കുന്നു. നമ്മൾ അവരോട് എത്ര തന്നെ നന്നായി പെരുമാറിയാലും പലപ്പോഴും അവർ എന്തെങ്കിലുമൊക്കെ മോശമായി പറയുകയും പെരുമാറുകയുമൊക്കെ ചെയ്യും. എന്തെന്നാൽ അവരുടെ പെരുമാറ്റങ്ങൾ നമ്മുടെ നല്ല പെരുമാറ്റത്തെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. അവരുടെ പെരുമാറ്റങ്ങൾ അവരെ മാത്രമാണ് ആശ്രയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ചിന്തകളും
നമ്മുടെ പെരുമാറ്റവും ഒക്കെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? നമ്മളെ മാത്രം. ഇത് ഉറപ്പിച്ചു പറയണം. മറുഭാഗത്ത് എന്ത് കാര്യം നടന്നാലും നമ്മുടെ ചിന്തകളും പെരുമാറ്റങ്ങളും നമ്മളെ മാത്രം ആശ്രയിച്ചുള്ളവയാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇത് പറ്റും. എന്നാൽ വലിയ കാര്യങ്ങളിൽ ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യാനാവുക എന്ന് വീട്ടിൽ ചെന്ന് പറയരുത്. ഇക്വേഷൻ എല്ലായ്പ്പോഴും ഒരേപോലെയാണ് ഉള്ളത്. സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മൾ ഇക്വേഷൻസ് പഠിക്കാറുണ്ട്. മാത്സിൽ, കെമിസ്ട്രിയിൽ ഒക്കെ ഇക്വേഷൻസ് ഉണ്ട്. ഇക്വേഷൻ വിൽ നോട്ട് ചേഞ്ച്. ഇക്വേഷൻസ് ഒരിക്കലും മാറാറില്ല. പ്രോബ്ലംസ് ആണ് ചേഞ്ച് ആവാറുള്ളത്. ശരിയല്ലേ? പരീക്ഷയ്ക്ക് മുമ്പ് നമ്മൾ ഇക്വേഷനാണ് പഠിച്ചു പോവാറുള്ളത്. എങ്ങനെയുള്ള ചോദ്യം വരുമെന്ന് നമുക്കറിയില്ല. എങ്ങനെയുള്ള ചോദ്യം വേണമെങ്കിലും വരാം. വർഷം മുഴുവൻ വളരെയധികം ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതി പഠിച്ചാലും പരീക്ഷയ്ക്ക് വേറൊരു ചോദ്യമായിരിക്കും വരിക. ചോദ്യം എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കേണ്ട കാര്യമില്ല. ഏത് ചോദ്യം വേണമെങ്കിലും വരാം. പ്രോബ്ലം എന്തും വരാം. നമ്മുടെ മനസ്സിൽ ഇക്വേഷൻ മാത്രമാണ് ഓർമ്മ വരേണ്ടത്. ശരിയായ ഇക്വേഷൻ അഥവാ ശരിയായ സമവാക്യമാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ എത്ര വലിയ പ്രോബ്ലം ആണെങ്കിലും ശരിയായ ഉത്തരം തന്നെ നമുക്ക് ലഭിക്കും. പകരം തെറ്റായ സമവാക്യമാണ് ആദ്യം എഴുതുന്നതെങ്കിൽ എത്ര എളുപ്പമുള്ള ചോദ്യമാണെങ്കിലും അതിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ആവില്ല. കാരണം സമവാക്യം തന്നെ തെറ്റായാണ് നമ്മൾ എഴുതിയത്. പരീക്ഷ കഴിഞ്ഞു വരുമ്പോൾ ഞാൻ 2 എക്സ്ട്രാ ഷീറ്റ്സ് വാങ്ങിയാണ് എഴുതിയത്, എനിക്കെല്ലാം അറിയാമായിരുന്നു എന്നൊക്കെ നമ്മൾ അച്ഛനമ്മമാരോട് പറയും. നമ്മൾ എത്രയധികം പ്രയത്നിക്കുന്നുവോ അത്രയധികം സഫലത, സന്തോഷം, ആരോഗ്യം ഇതെല്ലാം കിട്ടുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. എന്തെന്നാൽ നമ്മൾ ധാരാളം പ്രയത്നിച്ചു, ധാരാളം എഴുതി. പക്ഷേ നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷൻ തന്നെ തെറ്റായിരുന്നു. പിന്നെ എങ്ങനെ മാർക്ക് കിട്ടും? പിന്നെ നമ്മൾ പറയും, ഞാൻ ഇത്രയധികം ചെയ്തു, ഇത്രയധികം പരിശ്രമിച്ചു, കുട്ടികളെ ഇത്ര നന്നായി നോക്കി, കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നോക്കി, കുടുംബത്തിനു വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ ചെയ്തു, എന്തെല്ലാം ചെയ്തു, എത്രയെല്ലാം ചെയ്തു, എന്നിട്ടും ഞാൻ സന്തോഷവാനല്ല. ബട്ട് സ്റ്റിൽ ഐ എം നോട്ട് ഹാപ്പി. എന്തെന്നാൽ നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ തന്നെ തെറ്റായിരുന്നു. ദ ഫസ്റ്റ് ഇക്വേഷൻ വാസ് റോങ്. ഏറ്റവും ആദ്യം എഴുതുന്ന ഇക്വേഷൻ തന്നെ തെറ്റായിപ്പോയി. അതിനാൽ നമുക്ക് ഇന്ന് ആ ഇക്വേഷനെ ശരിയാക്കാം. അതോടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും നമ്മൾ അതിനെ നേരിടാൻ റെഡിയായി മാറും. മറുഭാഗത്ത് ഏത് തരത്തിലുള്ള കാര്യമാണെങ്കിലും, പരിതസ്ഥിതി എന്താണെങ്കിലും, കൂടെയുള്ളവരുടെ പെരുമാറ്റം എങ്ങനെയാണെങ്കിലും, സിറ്റുവേഷൻ എങ്ങനെ വേണമെങ്കിലും ആകാം, വലുതാകാം, ചെറുതാകാം, ഞാൻ ശരിയായ ചിന്തകൾ മാത്രമേ സൃഷ്ടിക്കുകയുള്ളൂ. നാളെ രാവിലെ താങ്കൾ ഫ്ലൈറ്റ് കയറാനായി പോകുമ്പോൾ ട്രാഫിക്കിൽ കുടുങ്ങാം. ഇതൊരു ചെറിയ സാഹചര്യം മാത്രമാണ്. എന്നാൽ ഫാമിലിയിലെ ഏതെങ്കിലും ഒരു അംഗം ശരീരം ഉപേക്ഷിച്ച് പോകുന്നത്ര വലിയൊരു സാഹചര്യം, കുടുംബത്തിൽ ആരെങ്കിലും മരിക്കുന്ന ഒരു സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ വരാം. ഇതെല്ലാം നമ്മുടെ ലെഫ്റ്റ് ഹാൻഡിൽ ഇരിക്കുന്ന കാര്യങ്ങളെ പോലെയാണ്. ട്രാഫിക് ജാം മുതൽ ഒരു കുടുംബാംഗത്തിൻ്റെ മരണം വരെ സംഭവിക്കാം. ഇതെല്ലാം സാഹചര്യങ്ങളാണ്. എന്നാൽ ഇതിനെല്ലാം വേണ്ടി ഒരൊറ്റ ഇക്വേഷൻ മാത്രമാണ് ഉള്ളത്, ഒരേയൊരു സമവാക്യം. സാഹചര്യം എന്താണെങ്കിലും ചിന്തകൾ സൃഷ്ടിക്കുന്നത് ആരാണ്? ഹൂ ക്രിയേറ്റ്സ് അവർ തോട്ട്സ്? നമ്മളാണ് നമ്മുടെ ചിന്തകളെ സൃഷ്ടിക്കുന്നത്. നമ്മൾ ചിന്തകൾ സൃഷ്ടിക്കുന്നു എന്നത് നമ്മുടെ മനസ്സിൽ ഫിക്സ് ആയാൽ, രണ്ടാമതായി ഏത് സാഹചര്യം മുന്നിൽ വന്നാലും ഞാൻ ശരിയായ രീതിയിൽ മാത്രം ചിന്തിക്കണം എന്ന ഉത്തരവാദിത്വം നമ്മളിലേക്ക് വരുന്നു. എന്തെന്നാൽ നമ്മളാണ് ചിന്തകളെ സൃഷ്ടിക്കുന്നത്. ഞാൻ ശരിയായി ചിന്തിക്കണം. ഐ നീഡ് ടു തിങ്ക് റൈറ്റ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മൗണ്ട് അബുവിലേക്ക് ഒരു സഹോദരി വന്നു. 2 നിമിഷം മാത്രമാണ് ഞങ്ങൾ സംസാരിച്ചത്. അവർ തൻ്റെ അനുഭവം കേൾപ്പിച്ചപ്പോൾ ജ്ഞാനത്തിൽ എത്ര വലിയ ശക്തിയാണ് ഉള്ളത് എന്നാണ് എനിക്ക് തോന്നിയത്. അവർ വിദേശത്താണ് താമസിക്കുന്നത്. ഒരു ദിവസം വെറുതെ TV വെച്ചപ്പോൾ ഒരു എപ്പിസോഡ് കണ്ടു.
ആദ്യത്തെ ദിവസം കണ്ട എപ്പിസോഡിൽ കുടുംബത്തിലെ ആരുടെയെങ്കിലും മരണം സംഭവിക്കുകയാണെങ്കിൽ ആ ആത്മാവ് മുന്നോട്ടുള്ള തൻ്റെ യാത്ര തുടരുകയാണെന്നും ആ സമയങ്ങളിൽ താങ്കൾ എങ്ങനെയാണ് അവരെ ഓർമ്മിക്കേണ്ടത് എന്നതിനെക്കുറിച്ചുമാണ് ചർച്ച ചെയ്തിരുന്നത്. നമുക്കവരെ എന്തായാലും ഓർമ്മ വരും, എപ്പോഴും ഓർമ്മ വരും. എന്നാൽ താങ്കൾ അവരെ ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് ഓർമ്മിക്കുകയാണെങ്കിൽ താങ്കൾ എന്തിനാണ് പോയത്, എൻ്റെ കാര്യം ഇനി എന്താകും, എന്നെ വിട്ടിട്ട് പോകാൻ എങ്ങനെ കഴിഞ്ഞു എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടേയിരിക്കുകയാണെങ്കിൽ ഈ ചിന്തകളും ഈ വൈബ്രേഷൻസും എവിടെയാണ് എത്തിച്ചേരുക? ഈ ചിന്തകളും വൈബ്രേഷൻസും ഓൾറെഡി ഒരു അമ്മയുടെ ഗർഭത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ ആ ആത്മാവിലേക്കാണ് എത്തിച്ചേരുക. ഇങ്ങനെയുള്ള ചിന്തകളെയൊക്കെ ആ കുട്ടിയിലേക്ക് എത്തുമ്പോൾ ഗർഭത്തിലുള്ള ആ കുട്ടി ആകെ വിഷമവും ബുദ്ധിമുട്ടുമാണ് അനുഭവിക്കുക. ആത്മാവ് ആകെ അസ്വസ്ഥമാകും. അമ്മയും ആകെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങും. അമ്മയുടെ ഗർഭത്തിൽ ആത്മാവിന് ഇനി ജീവിക്കേണ്ട ശരീരമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ നമ്മൾ ആ ആത്മാവിന് അത്രയധികം വിഷമത്തിൻ്റെയും സങ്കടത്തിൻ്റെയും എനർജിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതെല്ലാമാണ് ആ സഹോദരി ആദ്യത്തെ എപ്പിസോഡിൽ കണ്ടത്. അവർ പറഞ്ഞു, എനിക്ക് വളരെ നന്നായി തോന്നി, അതുകൊണ്ട് ഞാൻ ദിവസവും കാണാൻ തുടങ്ങി. 4 ദിവസം 20 മിനിറ്റ് വീതം വെച്ച് കണ്ടു. 4 ദിവസം മാത്രം. 5-ാമത്തെ ദിവസം അവരുടെ 21 വയസ്സ് പ്രായമുള്ള മകൻ ആക്സിഡൻറ്റിൽ മരിച്ചു. അവർ പറഞ്ഞു, എനിക്ക് ഈ വിവരം അറിയിച്ചുകൊണ്ടുള്ള ഫോൺ വന്നപ്പോൾ, കാര്യം മനസ്സിലായപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായ ആദ്യത്തെ ചിന്ത, ഞാനോ എൻ്റെ കുടുംബാംഗങ്ങളോ എൻ്റെ മകന് ദുഃഖം നൽകുകയില്ല. എൻ്റെ മകന് ദുഃഖം നൽകാൻ ഞാൻ ആരെയും അനുവദിക്കുകയില്ല. വേദനയുടെ വൈബ്രേഷൻസ് എൻ്റെ മകനിലേക്ക് അയക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാൻ കരയുകയുമില്ല. എൻ്റെ വീട്ടിൽ ആരെയും കരയാൻ സമ്മതിക്കുകയുമില്ല. അവനെ ഓർമ്മിക്കുന്നവർ വളരെ സ്നേഹത്തോടെ മാത്രം ഓർമ്മിക്കണം. പരമാത്മാവുമായി കണക്റ്റഡായി ശാന്തിയും ശക്തിയുമാണ് അവന് അയക്കേണ്ടത്. കരഞ്ഞുകൊണ്ട് ആരും അവനെ ഓർമ്മിക്കരുത്. ഇതാണ് ഈ വിവരം അറിഞ്ഞപ്പോൾ അവരിലേക്ക് വന്ന ആദ്യത്തെ ചിന്ത. അതിനുശേഷം അവർ തൊട്ടടുത്തുള്ള സെൻറ്ററിലേക്ക് കോൺടാക്റ്റ് ചെയ്തു. സെൻറ്ററിൽ നിന്നും സഹോദരിമാർ അവരുടെ വീട്ടിലേക്ക് വന്നു. ആ അമ്മ അവരോട് പറഞ്ഞു, നിങ്ങളെല്ലാവരും ചേർന്ന് ഇവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യണം. ഞങ്ങളുടെ വീട്ടിലേക്ക് ആര് വന്നാലും അവർ ശാന്തവും ഏകാഗ്രവുമായി മാറണം. വീടിൻ്റെ അന്തരീക്ഷം നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് അത്രയധികം ഉയർന്ന അവസ്ഥയിലാക്കി മാറ്റണം. ആരും കരയാനേ പാടില്ല. ആൻഡ് ഷി ഡിഡ് ഇറ്റ്. ഒരമ്മയ്ക്ക് മകനെ ഓർക്കാതിരിക്കാൻ സാധിക്കില്ല. കാണണമെന്നും തോന്നാതിരിക്കില്ല. എന്തായാലും മിസ് ചെയ്യും. വേദനയിലും ഓർമ്മിക്കാം. ശാന്തി, ശക്തി, സ്നേഹം എന്നിവയിലൂടെയും ഓർമ്മിക്കാം. ഇവ രണ്ടും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ദിസ് ഈസ് വാട്ട് ടു തിങ്ക് റൈറ്റ് നോ മാറ്റർ വാട്ട്. എന്തു വന്നാലും ശരിയായി മാത്രമേ ചിന്തിക്കൂ എന്ന് ഇതിനെയാണ് പറയുന്നത്. നമ്മുടെ ഉള്ളിൽ ഇത്രയധികം ശക്തി അടങ്ങിയിട്ടുണ്ട്. ഇത്രയധികം വലിയൊരു സാഹചര്യത്തിൽ വിഷമിക്കുന്നത് നാച്ചുറലാണ്. ഇങ്ങനെയാണ് ലോകം മുഴുവനും പറയുന്ന ഒരു കാര്യം. ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലാണ് നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. നാച്ചുറൽ എന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ള ഒരു വാക്കാണ്. എന്നാൽ നമുക്ക് ജ്ഞാനം മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ കരയുന്നതിലൂടെയോ ഈ വിധത്തിൽ വിഷമിച്ചുകൊണ്ട് ഉള്ളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിലൂടെയോ ആ ആത്മാവിന് വേദന മാത്രമാണ് ലഭിക്കുന്നത്. ആത്മാവിന് ദുഃഖം ലഭിക്കുന്നു. നമ്മൾ ആത്മാവിനെ പിന്നോട്ട് വലിക്കുകയാണ്. ഇതിലൂടെ ആത്മാവിന് ഇപ്പോഴുള്ള ജീവിതത്തിലെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെയാകും എന്നെല്ലാം മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ ശരിയായ രീതിയിൽ ചിന്തിക്കുന്നത് വളരെ ഈസിയായി മാറും. വളരെ വളരെ ഈസിയാവും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ വെല്ലുവിളികൾ വന്നാലും എത്ര വലുത് വന്നാലും അതിനെയെല്ലാം നേരിടാനുള്ള ശക്തി നമ്മുടെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. എന്തു വന്നാലും നമ്മുടെ ചിന്തകൾ ആ സാഹചര്യത്തെ ആശ്രയിച്ച് നിൽക്കരുത്.
താങ്കൾക്ക് സ്വന്തം ജീവിതത്തെ സ്വന്തം കൺട്രോളിൽ കൊണ്ടുവരണമെങ്കിൽ അവനവനിലും മുന്നിൽ വരുന്ന പരിതസ്ഥിതികളെയും നിയന്ത്രിക്കണമെങ്കിൽ ഒരു സമവാക്യം ഇന്നു മുതൽ ചേഞ്ച് ആക്കേണ്ടി വരും. ഒരിക്കലും അറിയാതെ പോലും സ്വപ്നത്തിൽ പോലും സംഭവം അങ്ങനെയായിരുന്നു, അതുകൊണ്ട് എനിക്കിങ്ങനെ തോന്നി എന്ന് പറയരുത്. അങ്ങനെയുള്ള ജീവിതം അടിമത്തം പോലെയാണ്. മനസ്സിലുള്ള ചിന്തകളെല്ലാം സാഹചര്യത്തെ ആശ്രയിച്ചാണ് എന്ന് പറയുന്നത് അടിമത്തം പോലെയാണ്. ഇതൊരു തെറ്റായ ഇക്വേഷനാണ്. ഇത് സത്യമല്ല. ആദ്യത്തെ ഇക്വേഷൻ തന്നെ തെറ്റായി മാറിയതുകൊണ്ട് മനസ്സെപ്പോഴും സന്തോഷമായി ഇരിക്കാതെയായി. എന്തെന്നാൽ സാഹചര്യങ്ങൾ എപ്പോഴും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ ശരിയായിരുന്നില്ല. അതിനാൽ മനസ്സിൽ മിക്സ്ഡ് ഇമോഷൻസ് ആണ് വന്നിരുന്നത്. ചിലപ്പോൾ സന്തോഷം, ചിലപ്പോൾ ദേഷ്യം, ചിലപ്പോൾ വിഷമം, ചിലപ്പോൾ അസ്വസ്ഥത, ചിലപ്പോൾ ആശങ്ക, ചിലപ്പോൾ ഭയം, ചിലപ്പോൾ അസൂയ, ചിലപ്പോൾ താരതമ്യപ്പെടുത്തൽ, ചിലപ്പോൾ മത്സരങ്ങൾ. മനസ്സങ്ങനെ പലതിലേക്കും പോകാൻ തുടങ്ങി. കാരണം നമ്മുടെ മനസ്സ് അവയെല്ലാമാണ് ആശ്രയിച്ചിരുന്നത്. ആരോഗ്യം എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നില്ല. ബന്ധങ്ങൾ എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നില്ല. നമ്മുടെ ജോലി എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നില്ല. ഇവയൊന്നും പെർഫെക്റ്റ് ആവാതിരുന്നത് കൊണ്ട് നമ്മുടെ ചിന്തകളും പെർഫെക്റ്റ് ആയില്ല. നമ്മുടെ ചിന്തകൾ പെർഫെക്റ്റ് ആവാതിരുന്നത് കൊണ്ട് പുറമേ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങളും കൂടുതൽ കോംപ്ലിക്കേറ്റഡായി മാറാൻ തുടങ്ങി.